ഓൾ ഇന്ത്യ റൈഡിൻ്റെ 10ാം ദിവസത്തെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ഇന്നും രാവിലെ മഴ തന്നെയായിരുന്നു. ഇന്ന് തൊട്ടുള്ള നമ്മുടെ യാത്രയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇതുവരെ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെയാണ് വന്നിരുന്നതെങ്കിൽ ഇന്ന് തൊട്ട് ഉള്ള നമ്മുടെ യാത്രയ്ക്ക് ഒരു പ്ലാനിങ്ങും ഇല്ല. കാരണം ഇന്നത്തെ യാത്ര തന്നെ നമ്മൾ സിലിഗുരിയിലെത്തിയതിന് ശേഷമാണ് പ്ലാൻ ചെയ്യുന്നത് ഇന്ന് എങ്ങോട്ട് പോകണം എന്നുള്ളത്. അങ്ങനെ ഗൂഗിൾ മാപ്പ് നോക്കിയപ്പോഴാണ് ജയ്ഗാവോൺ എന്ന് പറഞ്ഞ വില്ലേജ് കാണുന്നത്. അങ്ങോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പോകുന്നതിൻ്റെ റോഡിൻ്റെ ഇരുവശവും നിറയെ തേയിലത്തോട്ടങ്ങളുണ്ട്. ഇവിടുത്തെ തേയിലത്തോട്ടങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ മൂന്നാറിലെ വാലികളിൽ കണ്ടിട്ടുള്ള തേയിലത്തോട്ടങ്ങൾ പോലെയല്ല. നിരപ്പായ സ്ഥലത്ത് നല്ല ഗ്രൗണ്ട് പോലെ നമുക്ക് ഒറ്റ നോട്ടത്തിൽ തോന്നിയാൽ തേയിലത്തോട്ടമാണെന്ന് മനസ്സിലാവില്ല. അതുപോലത്തെ തേയിലത്തോട്ടങ്ങളാണ് ഇവിടെ ഉള്ളത്. നല്ല രസമുണ്ടായിരുന്നു. മറ്റൊരു ദിവസവും ഇല്ലാത്ത ഒരു പ്രത്യേക സന്തോഷവും ഒരു ഉണർവുമായിരുന്നു ഇന്ന് ഈ യാത്രയിലുണ്ടായിരുന്നത്. പണ്ട് തൊട്ടേയുള്ള നമ്മുടെ സ്വപ്നമായ ഹിമാലയത്തിൻ്റെ ഒരു ഭാഗമാണ് ഈ ജയ്ഗാവോൺ വില്ലേജ്. അപ്പോൾ ഹിമാലയത്തിനോട് അടുക്കുന്നു എന്നത് തന്നെയായിരുന്നു ഈ സന്തോഷത്തിൻ്റെ കാരണം. ആ സന്തോഷം കൊണ്ട് ഉറക്കെ പാട്ടൊക്കെ പാടിയാണ് ഞാൻ ഈ വഴി കൂടെ പൊയ്ക്കൊണ്ടിരുന്നത്. നമ്മളിപ്പം ജയ്ഗാവോണിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു വ്യൂ പോയിൻ്റ് നമ്മൾ കാണുന്നുണ്ട് മാപ്പിൽ. അങ്ങോട്ടേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. ഗൂഗിൾ അമ്മായി പറഞ്ഞത് പാലത്തോട്ട് പോകാനാണ്. പക്ഷെ നോക്കിയപ്പോൾ അവിടെ ഒരു കുഞ്ഞു വഴിയാണ് കണ്ടത്. അത് ഒരു ശരിക്കുള്ള വഴിയാണോ എന്ന് എനിക്കൊരു സംശയം തോന്നിയിട്ട് വണ്ടി ഒന്ന് നിർത്തി മാപ്പ് ഒന്നുകൂടി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കി. അപ്പോൾ അതിനകത്ത് പറയുന്നത് ആ കുഞ്ഞു വഴി കൂടെ തന്നെ പോകാനാണ്. വീണ്ടും ഒരു ഡീവിയേഷനാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് മൊത്തത്തിലൊരു കൺഫ്യൂഷൻ ഉണ്ട്. കാരണം അത്രയും കൺജസ്റ്റഡായ ഒരു സ്ഥലത്തൂടെയാണ് പോകുന്നത്. പക്ഷെ എന്നാലും അവിടുത്തെ കുട്ടികൾ നമ്മളെ ഹെൽപ്പ് ചെയ്തു. ഈ വഴിയാണ് പോകേണ്ടതെന്ന് അവർ കാണിച്ചു തന്നു. കാരണം അവർക്ക് മനസ്സിലായി എനിക്ക് പോകേണ്ട സ്ഥലം ഏതാണെന്ന്. അങ്ങനെ നമ്മൾ വ്യൂ പോയിന്റിലേക്ക് എത്തുകയാണ്. ഇതാണ് ജയ്ഗാവോൺ വ്യൂ പോയിന്റ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ് സിറ്റി കാണാൻ പറ്റും. അപ്പോൾ അവിടെ നിന്ന് കുറച്ചുകൂടെ മുകളിലേക്ക് ഒരു ശകലം ഓഫ് റോഡിലൂടെ പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഹൈ ആയിട്ടുള്ളൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. നമ്മളിപ്പോൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. വഴി ശകലം ഓഫ് റോഡായിരുന്നു, അങ്ങനെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഈസി ആയിട്ട് കയറി പോകാൻ പറ്റി. അപ്പോൾ അതിലേക്ക് കയറി നമ്മൾ മുകളിലെത്തി. അപ്പം മുകളിലെത്തിയിട്ട് വണ്ടി വെച്ചിട്ട് കുറച്ച് നടക്കാനുണ്ടായിരുന്നു. ആ നടക്കുന്ന ഭാഗത്ത് എൻ്റെ കാലൊന്ന് മടിയേണ്ടതായിരുന്നു. ഇച്ചിരി ആവേശം കൂടിപ്പോയതാണ്. അങ്ങനെ നമ്മൾ മുകളിലെത്തി. അവിടെ ഒരു ഊഞ്ഞാലൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് ഊഞ്ഞാലൊക്കെ ഒന്ന് ആടി ശ്രമിച്ചു. അതിനുശേഷം നമ്മൾ വീണ്ടും താഴേക്ക് ഇറങ്ങി. ഒരുപാട് ആൾക്കാരൊന്നും ഇല്ലായിരുന്നു. പക്ഷെ നമ്മൾ തിരിച്ചിറങ്ങി പോകുന്നപ്പം ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ മേളിലേക്ക് കയറി പോരുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെ നിന്നപ്പോഴാണ് നമുക്കെന്നാൽ ഭൂട്ടാൻ ബോർഡർ ഒന്ന് കണ്ടിട്ട് വരാം എന്നൊരു പ്ലാൻ വന്നത്. ബോർഡർ മാത്രം കണ്ടിട്ട് തിരിച്ചു പോരാമെന്ന് പറയാൻ കാരണം, ഞാൻ നെറ്റിലൊക്കെ നോക്കിയിരുന്നു ഈ ട്രിപ്പിൽ ഭൂട്ടാൻ ഇൻക്ലൂഡ് ചെയ്യാൻ ആദ്യം. അപ്പോൾ കണ്ടത് ഭൂട്ടാനിലേക്ക് നമ്മൾ ബൈക്കിന് പോകണമെങ്കിൽ പെർ ഡേ ഒരു 4000-ഓളം രൂപ അടച്ച് പെർമിറ്റ് എടുക്കണം. കൂടാതെ ഗൈഡിനെ നമ്മൾ ഹയർ ചെയ്യണം. അതെല്ലാം കൂടെ നോക്കുമ്പോൾ പെർ ഡേ നമുക്കൊരു നല്ലൊരു എമൗണ്ട് എക്സ്പെൻസ് വരും. അപ്പം അത്രയും ബഡ്ജറ്റ് നമുക്കില്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഭൂട്ടാൻ ഒഴിവാക്കിയത്. ഇത് ഞാൻ ചായ കുടിക്കാൻ കയറിയ ഒരു കടയിലെ അവസ്ഥയാണ്. ഇവിടെയൊക്കെ ചായക്കടയിൽ കയറിയാലും ലിക്കർ അവൈലബിൾ ആയിരിക്കും. വേണ്ടവർ കഴിക്കുക, യാതൊരുവിധ പ്രശ്നങ്ങളോ ഒന്നുമില്ല. നമ്മുടെ നാട്ടിൽ പോലെ ക്യൂ നിന്ന് കഷ്ടപ്പെടേണ്ട, നാണം കെടണ്ട. ലിക്കറിൻ്റെ കാര്യത്തിൽ വേറൊരു കാര്യം പറയാൻ മറന്നു പോയതിനിപ്പം, ഞാൻ അവിടെ നിന്ന് നല്ല സൂപ്പർ മോമോസ് കഴിച്ചു. നമ്മുടെ ഒരു വലിയ ആഗ്രഹമായിരുന്നു ഹിമാലയൻ ഏരിയയിൽ വന്നിട്ട് നല്ല ചൂട് മോമോസ് കഴിക്കുക എന്നുള്ളത്. അത് നമ്മൾ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് എൻ്റെ ഈ യാത്രയിലെ ആദ്യത്തെ മോമോ ഞാൻ ജയ്ഗാവോണിൽ നിന്നാണ് കഴിച്ചത്. ഇതാണ് നമ്മുടെ ഭൂട്ടാൻ ബോർഡർ.
ആ കാണുന്ന ഗേറ്റിനപ്പുറം ഭൂട്ടാനാണ്. അപ്പം ഇവിടെ ഓഫീസേഴ്സ് ഉണ്ട്, അവർ ചെക്ക് ചെയ്തിട്ടാണ് കടത്തി വിടുന്നത്. അപ്പം ഞാൻ അവിടെ നിന്ന് ബോർഡറിൻ്റെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തതായിരുന്നു. ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് ഈ മാഡം എന്നെ വിളിച്ചു. ഞാൻ ശകലം പേടിച്ചാണ് ചെന്നത്, കാരണം വീഡിയോ എടുത്തതിന് ഇനി വഴക്ക് പറയുമോ, ഇനി അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയാനായിരിക്കും എന്ന് ഓർത്താണ് ചെന്നത്. പക്ഷെ ചെന്ന് കഴിച്ചപ്പോൾ മാഡം പറഞ്ഞു ഭൂട്ടാന് പോകുന്നില്ല എന്ന് ചോദിച്ചു ആദ്യം. ഞാൻ പറഞ്ഞു ഇല്ല, പ്ലാൻ ഇല്ല എന്ന് പറഞ്ഞപ്പം മാഡമാണ് പറഞ്ഞത് തൊട്ടടുത്തൊരു ഓഫീസുണ്ട്, അവിടെ ചെന്ന് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ 24 മണിക്കൂർ നമുക്ക് അവിടെ സ്റ്റേ ചെയ്യാം ഫ്രീ ആയിട്ട്. അപ്പം അങ്ങനെ നമ്മൾ ഓഫീസിൽ ചെന്നു, ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്തിട്ട് ഭൂട്ടാൻ ആദ്യം കടന്നു. അതിനുശേഷം നമ്മൾ വീണ്ടും ആ ഗേറ്റിൽ കൂടെ അകത്ത് വന്നിട്ട് നമ്മുടെ വണ്ടി എടുത്ത് വീണ്ടും പോവുകയാണ്. 24 മണിക്കൂർ നമുക്ക് പോകാനുള്ള പെർമിറ്റ് ഇപ്പോൾ ഉണ്ട്. ഇവിടെയും ചെക്കിംഗ് ഉണ്ടായിരുന്നു, ഇവിടെയും വനിതാ ഓഫീസേഴ്സ് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അവർ നമ്മളെ ചെക്ക് ചെയ്തിട്ട് അകത്തേക്ക് കയറ്റി വിട്ടു. അപ്പോൾ നമുക്കവിടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാൻ വേണ്ടത് ഒന്നെങ്കിൽ പാസ്പോർട്ട്, ഇല്ലെങ്കിൽ ഇലക്ഷൻ ID കാർഡ്, ഇല്ലെങ്കിൽ നമുക്ക് ആധാറിൽ നിന്ന് ഡയറക്റ്റ് അയച്ചു തന്ന PVCയിലുള്ള ആധാർ കാർഡ് ആണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യും. പ്രിൻറ്റഡ് ആധാർ കാർഡ് അക്സെപ്റ്റ് ചെയ്യില്ല എന്നാണ് മാഡം പറഞ്ഞത്. അങ്ങനെ നമ്മൾ ഭൂട്ടാൻ രാജ്യത്തേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. നമ്മൾ ഒരു വിദേശ സഞ്ചാരത്തിലാണ് ഇപ്പോൾ. വളരെ വൃത്തിയുള്ള നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള റോഡ്സ് ആയിരുന്നു അവിടുത്തേത്. അതുപോലെ തന്നെ അവിടെ നല്ല പച്ചപ്പും ഉണ്ടായിരുന്നു എല്ലായിടത്തും. അറ്റ്മോസ്ഫിയർ ആണെങ്കിലും വളരെ പ്ലസൻ്റ് ആയിരുന്നു. ഓക്സിജൻ ലെവലൊക്കെ വളരെ കൂടുതലുള്ള ഒരു സ്ഥലമാണ്. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് വളരെ കുറവാണ് ഇവിടെ ഭൂട്ടാനിൽ. ഇവിടെ തൊട്ടടുത്ത് ഖർബൻഡി മൊണാസ്ട്രി എന്ന് പറഞ്ഞൊരു അമ്പലമുണ്ട്, അങ്ങോട്ടേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ നിന്ന് നല്ലൊരു വ്യൂ പോയിൻ്റ് ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം അവിടുത്തെ ലോക്കൽസ് കുറേ ആൾക്കാർ നമ്മുടെ അടുത്ത് നിന്ന് സംസാരിക്കാനായിട്ട് വന്നു. എൻ്റെ ഹിന്ദി കേട്ടിട്ടാന്ന് തോന്നുന്നു ചേട്ടൻ പേടിച്ചെണീറ്റ് ഓടിയിട്ടുണ്ട്. അവസാനം നമ്മളോട് പൊക്കോളാൻ വരെ ആ ചേട്ടൻ പറഞ്ഞു. ₹40 എൻട്രി ടിക്കറ്റ്. നമ്മൾ ടിക്കറ്റ് എടുത്ത് ആദ്യം ഒരു വ്യൂ പോയിന്റിലേക്കാണ് പോയത്. അമ്പലം തൊട്ടപ്പുറത്താണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം അവിടുന്ന് നമ്മുടെ ജയ്ഗാവൺ വില്ലേജിൻ്റെ നല്ലൊരു വ്യൂ ഉണ്ടായിരുന്നു. പിന്നെ ഈ ടിബറ്റൻ ഫ്ലാഗ് ഇവിടെ എല്ലായിടത്തും തന്നെ വളരെ കോമൺ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അതിങ്ങനെ കാറ്റത്ത് പറന്ന് നടക്കുന്ന നല്ല രസമുള്ളൊരു കാഴ്ച തന്നെയാണ്. അപ്പോഴാണ് നമ്മളൊരു ഐസ്ക്രീം കച്ചവടക്കാരനെ കാണുന്നത്. പിന്നെ ഒന്നും നോക്കിയില്ല, ഞാനും നമ്മുടെ അണ്ണന്മാരോടെ ചേർന്ന് ഐസ്ക്രീമൊക്കെ മേടിച്ചിരുന്നു, കഴിച്ചു. നല്ല രസമായിരുന്നു കേട്ടോ അവരുമായിട്ട് കമ്പനി കൂടി വർത്താനം പറഞ്ഞിരിക്കാൻ. ഇതാണ് ഖർബൻഡി മൊണാസ്ട്രിയിലേക്കുള്ള വഴി. നല്ല ഭംഗിയുള്ളൊരു അമ്പലമായിരുന്നു. അമ്പലത്തിൻ്റെ അകത്ത് കയറണമെങ്കിൽ ഷൂ ഊരണം. അതുകൊണ്ട് നമ്മൾ അകത്തേക്ക് കയറിയില്ല, പുറത്തു നിന്ന് കണ്ട് കാഴ്ചകളൊക്കെ കണ്ട് കുറച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇങ്ങ് പോന്നു. ഇനി നമുക്കിവിടെ അമോച്ചു എന്ന് പറഞ്ഞൊരു ഹാങ്ങിങ് ബ്രിഡ്ജ് ഉണ്ട്. നമ്മളവിടെ പരിചയപ്പെട്ട ആ ചേട്ടന്മാരാണ് പറഞ്ഞു തന്നത്. അപ്പം തൊട്ടടുത്ത് തന്നെയാണ്. ഇതിനിടയിൽ ഭൂട്ടാൻ പോലീസ് നമ്മളെ ഒന്ന് പരിചയപ്പെട്ടായിരുന്നു. ഞാനിങ്ങനെ അവിടെ ഒരു ജംഗ്ഷനിൽ നിന്നിട്ട് എങ്ങോട്ട് പോകണമെന്നൊരു കൺഫ്യൂഷൻ, ഞാൻ ശരിക്കും റോങ് സൈഡിലായിരുന്നു നിന്നിരുന്നത്. അപ്പോൾ ഒരു പോലീസ് വന്നിട്ട് ഇവിടെ നിൽക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു. എവിടെ പോകാനാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ജസ്റ്റ് 24 hours എൻ്റർ ചെയ്തതാണ്, അപ്പം കുറച്ച് ഡ്രൈവ് ചെയ്യുക, തിരിച്ചു പോകാനാണ് പ്ലാൻ എന്ന് പറഞ്ഞപ്പം അവർ പറഞ്ഞു അങ്ങനെ പോകാൻ നമുക്ക് പെർമിറ്റ് ഇല്ല, ഇവിടെ ഈ കുറച്ച് സ്ഥലം മാത്രമേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അതിനുശേഷം പോകണമെങ്കിൽ നമ്മൾ നെറ്റിൽ കണ്ടതുപോലെ പെർമിറ്റും കാര്യങ്ങളൊക്കെ എടുത്താൽ മാത്രമേ നമുക്ക് പോകാൻ പറ്റുള്ളൂ എന്ന് പോലീസ് നമുക്ക് പറഞ്ഞു തന്നു. ഇതാണ് അമോച്ചു ഹാങ്ങിങ് ബ്രിഡ്ജ്. അത്യാവശ്യം നല്ല ലെങ്തിലുള്ള ഒരു ഹാങ്ങിങ് ബ്രിഡ്ജാണ്. നമ്മൾ അവിടം വരെ നടന്നു. നമ്മൾ വന്നപ്പോൾ ഇവിടെ നല്ല തിരക്കുണ്ടായിരുന്നെങ്കിലും പെട്ടെന്ന് തന്നെ ആൾക്കാരൊക്കെ പോയി നമുക്ക് ഒറ്റയ്ക്ക് ബ്രിഡ്ജിൽ കൂടെ നടക്കാനൊരു അവസരമൊക്കെ കിട്ടി. അതിനുശേഷം പോരാൻ തുടങ്ങിയപ്പം ലോക്കലായിട്ടുള്ള 2 പേരെ അവിടെ നിന്ന് കണ്ടു പരിചയപ്പെട്ടു, സംസാരിച്ചു. അപ്പം ഭൂട്ടാനിൽ വന്നിട്ട് എനിക്ക് ഏറ്റവും ഇവിടെ ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ ആളുകളാണ്. വളരെ കൈൻഡായിട്ടും പ്ലസൻ്റായിട്ടുമാണ് അവരുടെ സംസാര രീതികളെല്ലാം. നമ്മുടെ ഇന്ത്യൻ ടൈമിനേക്കാളും അരമണിക്കൂർ മുമ്പോട്ടാണ് ടിബറ്റൻ ടൈം. അപ്പം നമുക്കിനി ഒരു അക്കോമഡേഷൻ കണ്ടുപിടിക്കണം. അപ്പം അതിനുവേണ്ടി ഞാൻ തിരിച്ച് ടൗണിലേക്ക് പോരുവാണ്.
അപ്പോൾ പോരുന്ന വഴിക്കാണ് ഞാൻ ഇടത്തോട്ടൊരു ബോർഡ് കണ്ടത്. അപ്പം ബോർഡ് നോക്കിക്കഴിഞ്ഞപ്പോൾ അതൊരു വെള്ളച്ചാട്ടമാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാമെന്ന് ഓർത്ത്. മൺ റോഡാണ്, എന്നാലും വലിയ ബുദ്ധിമുട്ടില്ലാതെ തന്നെ നമുക്ക് കയറി പോകാൻ പറ്റുന്ന റോഡാണ്. വഴുക്കലുണ്ടായിരുന്നു, കുറച്ച് സൂക്ഷിച്ച് വേണം കയറി പോകാൻ. നമ്മളങ്ങനെ മേളിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പം നല്ല ഒരു കാമായിട്ടുള്ള ഒരു പ്ലേസ് ആയിരുന്നു. ഒരു വെള്ളച്ചാട്ടവും അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇരുന്ന് ഫുഡ് കഴിക്കാൻ സൗകര്യമൊക്കെയുള്ള ഒരു കഫേയും ആയിരുന്നു. മുമ്പേ കണ്ട വീഡിയോ നല്ല ഇരുട്ടിയെന്ന് തോന്നിയെങ്കിലും ഫോണിൽ വീഡിയോ എടുക്കുമ്പം ഇതായിരുന്നു അവസ്ഥ. നല്ലൊരു വെള്ളച്ചാട്ടമായിരുന്നു. വലിയ വെള്ളച്ചാട്ടമല്ല, ചെറിയൊരു വെള്ളച്ചാട്ടം. ഒരു കാമായിട്ട് നമുക്കിരുന്ന് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം. ഇതാണ് കഫേ. ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇവിടെ കഫേ, ചായക്കട എവിടെ ചെന്നാലും നമുക്ക് ലിക്കർ അവൈലബിൾ ആയിരിക്കും. ഇവിടെ വന്നിട്ടും നമ്മൾ ഓർഡർ ചെയ്തത് മോമോസ് തന്നെയായിരുന്നു. അടിപൊളി മോമോസ് ആയിരുന്നു. എനിക്കിതുവരെ കഴിച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട മോമോസ് ഇവിടുത്തെ മോമോസ് ആയിരുന്നു. ഇതിവിടുത്തെ ഒരു ലോക്കൽ ലിക്കറാണ്. നമ്മുടെ നാട്ടിലെ കള്ള് എന്നതുപോലെ ഇവിടെ കിട്ടുന്നൊരു ലിക്കറാണ്. ഇത് ഞാൻ ഇവിടെ വെച്ച് പരിചയപ്പെട്ട 2 സുഹൃത്തുക്കളാണ്. ഇവരാണ് ലിക്കർ ട്രൈ ചെയ്തത്, ഞാനല്ല. ഇവരുടെ ഒപ്പം കുറച്ച് അധികം ടൈം സ്പെൻഡ് ചെയ്ത് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ പിരിഞ്ഞത്. ഫോണിലെ ചാർജ് തീർന്നതുകൊണ്ട് ഫോട്ടോസും വീഡിയോസും ഇവിടം കൊണ്ട് തീരുകയാണ്. വിശേഷങ്ങൾ തീരുന്നില്ല. ബാക്കി വിശേഷങ്ങളുമായി അടുത്ത ദിവസം വീണ്ടും കാണാം.